ദേ ബസ് റൂട്ട് ഫ്രണ്ടേജിൽ 4 BHK നല്ലൊരു വീട്. എന്താ ഒരു ഐശ്വര്യം നോക്കി വീടാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് സൗകര്യമാണ് വേണ്ടത്? വേണ്ട, വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ച് ഉണ്ട്. പിന്നെ മുറ്റത്താണെങ്കിൽ ഒരു 3-4 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടു നോക്കി. മുറ്റത്ത് തന്നെ കിണറുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലവും ഉണ്ട്. എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഒരു ഹൈപ്പും. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു വീട് വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം. കാരണം നമ്മൾ ലോ ബഡ്ജറ്റ് ആണെങ്കിൽ ലക്ഷറി വീടുകൾ വരെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. അങ്ങനെ എല്ലാ ജില്ലകളിലും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതേ നിങ്ങളുടെ സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയയുടെയൊക്കെ ഒരു വലിപ്പം നോക്കിയേ. ഇന്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയേക്കണ ഒരു 4 BHK വീട്. ഞാൻ ഈ ഒരു കോർണറിൽ നിന്ന് ലിവിങ് ഏരിയ കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ദേ ഇപ്പൊ ലിവിങ് ഏരിയയുടെ വലിപ്പം എന്തോരം നോക്കി. നല്ല വലിപ്പത്തിലുള്ള ലിവിങ് സ്പേസ് ആണ്. ഇനി നിങ്ങളുടെ ഡൈനിങ് സ്പേസ് കാണാം. കണ്ട, അതും നല്ല ഏരിയയാണ്. കാരണം 2000 സ്ക്വയർ ഫീറ്റ് വീടാണത്. 2000 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട്, അതും ബസ് റൂട്ട് ഫ്രണ്ടേജ്. ഇതേ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ. ഇനി ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇത് നമ്മുടെ തുണിയൊക്കെ അയൺ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണിത്. ഇവിടെ നമുക്ക് തുണിയൊക്കെ തേക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് ഫസ്റ്റ് ബെഡ്റൂം. അതിന്റെ കബോർഡ് കാര്യങ്ങൾ, അതിനും സീലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. അതിന്റെ ബാത്റൂം. വീടെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി വീടാണ്, ഒന്നും പറയാനില്ല നമുക്ക്. നിങ്ങൾ കണ്ടു നോക്കുക. കാരണം എല്ലാം ഒന്നിനൊന്നും മെച്ചവും. കാരണം അത്രയും സൗകര്യം കൊടുത്തേക്കാണ്. രണ്ടാമത്തെ ബെഡ്റൂം. ഇതിന്റെ കിച്ചണോ അതിന്റെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഒന്ന് കാണണം. രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ടോ, എല്ലാ റൂമും വലുതാണ്. ഉണ്ടോ, എല്ലാം നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ ബാത്റൂം ആ വാതിലിന്റെ ഗ്യാപ്പിലാണ്. കണ്ടോ, ഈ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ബാത്റൂം ഉണ്ടെന്ന് പറയൂല. അതിന്റെ ബാത്റൂം 4 ബെഡ്റൂം ഉള്ളത്, 4 അറ്റാച്ച്ഡ് ആണ്. അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമുക്ക് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അങ്ങാടും ഇങ്ങോട്ട് പോകണ്ടല്ലോ. ഈ സ്റ്റെയർ കേസിന്റെ ഇടയിൽ നിങ്ങൾ ഇൻവെർട്ടർ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നിങ്ങളെ കിച്ചന്റെ ഒക്കെ സ്റ്റോറേജ് സ്പേസ് നിങ്ങൾ നോക്കിക്കോട്ടോ. അതിനൊരു സ്റ്റോർ റൂം സെപ്പറേറ്റ് വേറെയും കൊടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യവും കൊടുത്തേക്കണ ഒരു കിച്ചൺ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലെ നിലയിലുള്ള വിശേഷങ്ങൾ കൂടി കാണാം. മുകളിലും ഒരുപാട് സൗകര്യങ്ങൾ. ഒരു വീടിന് എന്തൊക്കെ വേണം അതെല്ലാനും സെറ്റ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റെയർ കേസ് കയറുമ്പോൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ വിശാലമായൊരു ഹാളാണ്. ഇതുണ്ടോ, ഇതിവിടെ വലിയൊരു ഹാള്. നേരെ കാണുന്നതൊരു ബാൽക്കണി ഉണ്ടോ, അത് ഞാൻ തുറന്ന് കാണിച്ചത് നിങ്ങളെ. എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ്റൂം മുകളിലെ നിലയിലാണ്. മൊത്തത്തിൽ പറയുമ്പോൾ 3ാമത്തെ ബെഡ്റൂം. അതിന്റെ കബോർഡ്, സീലിംഗ് ഒക്കെ എല്ലാനും വെറൈറ്റി ആണ്. ഒന്നിനൊന്ന് കോപ്പി അടിച്ചൊന്നുമില്ല. അതിന്റെ ബാത്റൂം. പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല. ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് തൃശ്ശൂര് നടത്തറയാണ്. ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 സെന്റ് സ്ഥലം
2000 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട്. 4ാമത്തെ ബെഡ്റൂം കേട്ടോ. എന്താ എല്ലാം ഒന്നിനൊന്ന് എന്ന് പറയില്ലേ, വെറൈറ്റി ആണെന്ന് പറയില്ലേ, ഒന്നും നമുക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും വ്യത്യസ്തമായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം. ഇതിന്റെ ബാത്റൂം ഈ സൈഡിലാണ് വരുന്നത്. നല്ല നീളത്തിലുള്ളൊരു ബാത്റൂം. അങ്ങനെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടല്ലോ. അപ്പൊ ഈ വീടിന് ഇവർ ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 സെന്റ് സ്ഥലം 2000 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള വീടിന് ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. ഇവിടെ ഡ്രസ് വർക്ക് ചെയ്ത് ടൈലിട്ടിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഇവിടെയാണ് കൊടുക്കുന്നത്. താഴത്ത് വേസ്റ്റ് വാട്ടറിന്റെ പൈപ്പ്, വെള്ളത്തിന്റെ പ്ലഗ്, ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ തന്നെ ഉണക്കാനിടാ തുണി. കാരണം ഇവിടെ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണ കാരണം തുണി ഇവിടെ തന്നെ ഉണക്കാനിടാം. പിന്നെ മുകളിലോട്ട് കയറാൻ വേണ്ടി സ്റ്റെയർ കേസ് ഉണ്ട്, അത് സ്ലൈഡ് ചെയ്യണേന്. അപ്പൊ നമുക്ക് അങ്ങോട്ട് തുറക്കാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് നേരെ തന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നമുക്ക് റോഡ് കാണാം. നല്ല കാറ്റാണ്ട് ഇവിടെ, വൃശ്ചികക്കാറ്റാണ്. വൃശ്ചികക്കാറ്റ് കഴിഞ്ഞിട്ടില്ലെന്നുണ്ട്. നേരെ റോഡാണ് കാണണം. അപ്പൊ മെയിൻ ഏരിയ ആണത്. തൃശ്ശൂർ നടത്തറയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത്. അപ്പൊ ഈ വീട് കണ്ട, ഈ വീടിന്റെ ലുക്ക് തന്നെ നോക്കി. അതിന്റെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്, അവിടെ താമസം ഉണ്ട് ആൾക്കാരാണ്. അവിടെ വലിയ വണ്ടിയൊക്കെ കിടക്കണ്ട, അവിടെ ഓൾറെഡി താമസമുണ്ട്. ഇതിന്റെ ഓണർ ദുബായിലാണ്. അപ്പൊ അവരിത് കൊടുക്കണേന്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ആർച്ചൊരു പോർച്ച് കൂടി പണിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടി കയറ്റിയിടാം. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ചെടിയും കാര്യങ്ങളെല്ലാം നടാനുള്ള സ്പേസ് ഉണ്ട്. മുറ്റ് കിണറൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാണ്. വെള്ളത്തിനൊന്നൊരു വഞ്ഞൂല്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്ഥലം കൊണ്ടിടാം. ആ ക്യാമറ എടുക്കാൻ കിട്ടിയില്ല, അതാണ് പറ്റിപ്പോയത്. അവിടെ തെങ്ങ് കാര്യങ്ങളെന്തൊക്കെ നട്ടിട്ടുണ്ട്. വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്കാ ലുക്കാണ്, ഒന്നും പറയാനില്ല. അത്രയും നല്ല വീട്. അപ്പൊ ഈ വീട് വന്ന് കാണാൻ താല്പര്യമുള്ളവർക്ക് വന്ന് കാണാം. ഉണ്ടോ, എല്ലാനും നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീടാണ്. അത് നിങ്ങൾ നേരിട്ട് ഒന്ന് കണ്ടാലും ഇതിന്റെ സൗകര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ആ തൃശ്ശൂർ നടത്തറ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് നേരെ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ അറ്റൻഡ് ചെയ്യും. കാരണം ചില ടൈമിനൊക്കെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. മീറ്റിങ്ങില കാര്യങ്ങൾ ഡ്രൈവിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റൂല. അപ്പോൾ അത് കാരണം നിങ്ങൾ നേരെ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ എത്ര രാത്രി വരെ ഞാൻ റിപ്ലൈ ഇട്ടോളാം. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലും നമ്മൾ ഈ വീഡിയോ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടാ. ഇനി ആരും ഈ വീഡിയോന്റെ ഡീറ്റെയിൽ പറഞ്ഞില്ല എന്ന് പറയരുത്.